ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും അവരുടെ കർണാടക KNCയിൽ ഉള്ള നഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ റിന്യൂവൽ ചെയ്തിട്ട് പോകുന്ന വഴിയായിരുന്നു. അപ്പം ജസ്റ്റ് ഞങ്ങളിവിടെ ലാൽബാഗിൽ നിന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഒരു പാർക്കിംഗ് കൊണ്ട് വെച്ചു. അപർണത എവിടെയുണ്ട്. മുഴുവൻ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തിരക്കുണ്ട്. നല്ല വെയിലുമാണ്. നമുക്കിനി അങ്ങോട്ട് പോകണം. ഫ്രണ്ടിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മളവിടെ വണ്ടി കൊണ്ട് വെച്ചിട്ട് നമ്മൾ തിരിച്ചിങ്ങ് നടന്നു വന്നതാണ്. നമുക്ക് മുന്നോട്ട് നടന്നു പോകാം. മുന്നോട്ട് നടന്നു പോകുന്നുണ്ട്. അവിടെ ഫ്രൂട്ട്സിൻ്റെ സാധനമൊക്കെ വെച്ച് നമുക്ക് അവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. അതാ ഈ വഴി കൂടെ സ്ട്രെയിറ്റ് നമ്മൾ മുന്നോട്ട് പോകണം. കുറച്ച് നടക്കാനുണ്ട്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഐസ്ക്രീമൊന്നും കിട്ടിയില്ല. അവിടെയൊക്കെ നല്ല അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ പാർപ്പുറമൊക്കെയാണ്, മുഴുവൻ ഉണങ്ങി കഴിഞ്ഞ് നാനാവശ്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പാറയുടെ മുകളിൽ കേട്ടോ. ഏതായാലും മുന്നോട്ട് പോയി നോക്കാം. ഒരു ഓട്ടോറിക്ഷ ഫുള്ള് പൂവിൻ്റെയും പൂമ്പാറ്റയുടെയൊക്കെ പടമൊക്കെ വച്ച് വെച്ചേക്കുന്നുണ്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. ആക്ച്വലി ഞങ്ങളിവിടെ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. പക്ഷേ ഫ്ലവർ ഷോ ഇന്നലെ കൊണ്ട് തീർന്നു പോയായിരുന്നു. വന്നു കഴിഞ്ഞപ്പം ഫ്ലവർ ഷോൻ്റെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതായത് ഞാൻ കാണിച്ചില്ലേ, ഈ കാണിച്ച ഈ ഓട്ടോറിക്ഷയും പിന്നെ കുറച്ച് ചെടികളും അതിലേക്കൂടെ വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് അവിടെ ഒരു അമ്പലമുണ്ട്. പാറയുടെ മുകളിലോട്ട് അങ്ങോട്ട് നമുക്ക് അടുക്കാൻ പറ്റിയാൽ അത് ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പറഞ്ഞേ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ഒന്ന് മേടിച്ച് കഴിച്ചു. ഞാൻ അവിടുന്ന് ഒരു മസാൽപ്പൂരി വാങ്ങി കഴിച്ചു. സത്യം പറയാം, അതൊന്നിനും കൊള്ളത്തില്ലായിരുന്നു. 40 രൂപ വെറുതെ പോയി. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നുകൊണ്ട് അത് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഏതായാലും മുന്നോട്ട് പോകാം. ഇന്ന് നമ്മൾ അതാ ഈ ബോൺസായി പാർക്കിനുള്ളിലോട്ടാണ് കയറാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ മറ്റേ ഫ്ലവർ ഷോയുടെ ബാക്കി പത്രങ്ങളാട്ടോ ഈ കാണുന്നതൊക്കെ. എന്താണല്ലോ അകത്തോട്ട് കയറാം. അപ്പോൾ ക്ലോസ് ആയിരുന്നുകൊണ്ട് നമ്മൾ അടുത്ത ഇതിൻ്റെ അകത്ത് പോകാം. അതായത് ഇതുവഴി ഒരു ചെറിയ ഒരു വഴിയുണ്ട്. അതായത് ഇതിലേക്കൂടെ ഇറങ്ങി അങ്ങ് പോവാണ്. പക്ഷെ നല്ല ഇതൊക്കെ ഉണ്ട് കാണാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അതിൻ്റെ അകത്ത് എന്തോ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരും. പിന്നെ ഈ സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞാലും നമുക്ക് അപ്പുറത്തോട്ട് ഇതിലേക്കൂടെയൊക്കെ കയറി പോവാം. നല്ല അടിപൊളിയാണെന്നാണെങ്കിലും ഉണ്ടല്ലേ. ആ വള്ളിച്ചെടിയൊക്കെ കയറി പോയിരിക്കുന്നതാണെങ്കിൽ കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ്. മുഴുവൻ വള്ളിപ്പടർപ്പുകളാണ്, മൊത്തം വള്ളിപ്പടർപ്പുകൾ. നല്ല ഇതാണ്. നമ്മൾ വഴിയൊക്കെ നല്ല അടിപൊളി കേട്ടോ. എല്ലേക്കൂടെ നടന്നങ്ങ് പോയാൽ മതി. എന്നാ എന്തോ അങ്ങനെ ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വരുമായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ ഫ്ലവർ ഷോ ഒക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതുണ്ടെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ വന്നതാണ്. പക്ഷെ അതില്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഈ ക്രോസിങ് കടന്നു വരാൻ നല്ലൊരു അടിപൊളി പാലൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ കുറേ എണ്ണം അങ്ങ് വരെ പരന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പുറകിലാണെങ്കിൽ അത് കുറേ മരമൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. എന്നാ പടുകൂറ്റ മരങ്ങളാണ്. അതുണ്ട് ഉണങ്ങി ഇലയൊക്കെ പൊഴിച്ച് നിൽക്കുന്നതാണ്. നല്ല രസമുണ്ട്. എന്താണെങ്കിലും ഫ്ലവർ ഷോ നടന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെയൊക്കെ കുറേ ഒരു സ്റ്റേജ് ഉണ്ട്. അതിൻ്റെ സ്റ്റേജിന് ചുറ്റും കുറേ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ മാവൊക്കെ പൂത്ത് തുടങ്ങി. ഈ കാണുന്നതെല്ലാം മാവാട്ടോ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്നതെല്ലാം മാവുകളാണ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് പൂത്ത് തുടങ്ങി. പണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞ സമയത്ത് ഇങ്ങനെയാണ്. ഈ സൈഡിൽ കൂടെയൊക്കെ വേറെ എന്തോ കുറേ ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് കുറേ ഈ സൈഡിൽ നിൽക്കുന്ന ഇതേ കൂടി ഈ ചെടിയൊക്കെ നല്ല വലുപ്പമായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പം എന്താണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. മറ്റേ ഫ്ലവർ ഷോയുടെ ഇത് വെച്ചിരുന്ന അതൊന്ന് ജസ്റ്റ് കാണാം. നമുക്ക് ഈ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ നടക്കാം. അതുകൊണ്ടല്ലേ എന്ത് വിശാലമായിട്ടുള്ള ഗ്രൗണ്ടാണെന്നൊക്കെ. അടിപൊളി ഗ്രൗണ്ടല്ലേ. മരത്തിൻ്റെയൊക്കെ തണലത്തൂടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് വന്ന വഴി നമ്മളിപ്പോൾ ഇതുവഴി ഇറങ്ങി വന്നു. അതേപോലെ തന്നെ നമുക്ക് അതുവഴിയും കയറി ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് വരാം. പുതിയ ഓരോ മരങ്ങളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊരു ചേച്ചി നനയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടോ നമുക്ക് ഈ പുല്ലിനകത്ത് ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടി. നല്ല അടിപൊളിയായിട്ടിരിക്കുന്നതാണ്. വന്ന റീൽസ് എടുക്കാനുള്ള ഭയങ്കര ഇതാണ്. ഇത് കണ്ടില്ല, പൂവൊക്കെ അടുക്കി വെച്ചേക്കുന്നതാണ്. നോക്കി എന്ത് നല്ല ഭംഗിയാണെന്നുണ്ട്. പലതരത്തിലുള്ള പൂക്കളുണ്ട്. ജമന്തി പൂക്കളുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള പൂക്കൾ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് അവിടെ കുറേ വെച്ചിട്ടുണ്ട്, അവിടെ കുറേ വെച്ചിട്ടുണ്ട്, അവിടെ അങ്ങനെ കുറേ സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്.
അങ്ങനെ നല്ലൊരു അടിപൊളിയാണ്. അവിടെ ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ നിറയെ പൂവിൻ്റെ എന്തൊക്കെയായിരുന്നു, കന്നഡയിൽ എന്ത് ചോദിച്ചിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ കുറേ പേര് ഇതാ ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്, ഒരു ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ കേട്ടോ. കുറേ പേര് ഫാമിലിയായിട്ട് അങ്ങനെ വന്നിരിപ്പുണ്ട്. അങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ടിരിക്കുന്ന ഇതാട്ടോ. പറഞ്ഞാൽ റീൽസൊക്കെ എടുത്തിട്ട് നടക്കുവാണ്. നമുക്കിതാ ഇവിടുന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം. നമ്മളങ്ങനെ താഴത്തെ ഭാഗത്ത് നിന്ന് നടന്ന് നമ്മൾ വട്ടം കറങ്ങി എൻട്രൻസിൻ്റെ ശരിയായിട്ട് കയറി പോകണം. ആ വഴി തന്നെ നമ്മൾ നിർത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളൊരു ചെറിയ പേരയ്ക്കൊക്കെ മേടിച്ച് കഴിച്ചു. 20 രൂപയായിരുന്നു പേരയ്ക്കല്ല. എന്താണ് കാണിച്ചു തരാണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഈ പുറകെ കൂടെ കാണുന്നു, പിന്നെ ഈ സൈഡിൽ കൂടെ കാണുന്നതെല്ലാം ഓരോരോ എന്താ പറയുക, മയില്, മുതല, അങ്ങനെയുള്ള ഓരോരോ സാധനത്തിൻ്റെ മരത്തിൽ അവർ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതായത് കണ്ടില്ലേ, ഇതാ കിടക്കുന്ന മുതലയാണ്. പിന്നെ ഇതും അതേപോലെ തന്നെ ഓന്താണെന്ന് തോന്നുന്നു. പിന്നെ ഇതെന്തോ ഒരു ചുമയുള്ളതാണ്. ചെടി എന്തോ ഒരു ഇതുണ്ട് ഇവിടെ. പിന്നെ അവിടെ മയിലൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തോ ഇരിപ്പുണ്ട്. ഇതെല്ലാം തടിയിൽ കൊത്തി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതെല്ലാം നല്ല കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് പൂവൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. നമുക്ക് ഇതിലേക്കൂടെ കറങ്ങി നമുക്ക് ഇങ്ങനെ ഇതുവഴി കയറിയാണ് പോകേണ്ടത്. ഇവിടെ വിഷൂര് ബസവണ്ണ ആൻഡ് വചനാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ഡേയുടെ ഫ്ലവർ ഷോയോട് അനുബന്ധിച്ച് എഴുതി വെച്ചിരുന്ന കുറച്ച് സാധനങ്ങളാട്ടോ. അനുബന്ധിച്ചാണ് ഈ ചെടി കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സാധനങ്ങളൊക്കെ പണ്ട് തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ, ആനക്കൊമ്പ് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ഒരു പണ്ട് വെച്ചേക്കുന്നത്. ലോട്ടസ് ബുദ്ധ എന്നാണ് ഇത് പറയുന്നത്. 2018 ഇതിവിടെ പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നീലഗിരി ട്രീ ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു മരം മറിഞ്ഞു വീണു. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അതേപോലെ ഈ വെച്ചേക്കുന്നത് വിസ്റ്റം ട്രൂത്ത് എന്നാണെന്ന് തോന്നുന്നു കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലാതെ ഇതാണ് കാണാൻ നല്ലൊരു അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഓക്കെ, ഏതായാലും മുന്നോട്ട് തന്നെ പോവാം. പറഞ്ഞേ, എന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നൈസ്, അത് മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഈ ചെയ്ത് വെച്ചേക്കുന്ന മരത്തിൽ ചെയ്ത് വെച്ചേക്കുന്ന പോലെ തന്നെ ഇവിടെ എങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോരോ മരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് മരമാണ്, എത്ര വർഷം പഴക്കമുള്ളതാണ്, ഏത് വർഷത്തിലാണ് അത് അവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതെന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി കാര്യമാണ്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഇങ്ങനെ ഈ ലാൽബാഗിലൊക്കെ ഒന്ന് വരുന്നത് നന്നായിരിക്കും. കാരണം നല്ല അടിപൊളി കാഴ്ചയൊക്കെ ഉണ്ട്. അതേപോലെ ഈ കാണുന്നതൊക്കെ മുഴുവൻ കഴിഞ്ഞ ദിവസത്തെ മറ്റേ ഫ്ലവർ ഷോയോടനുബന്ധിച്ചുള്ള സ്റ്റാളുകളായിരുന്നു. അതെല്ലാം ആൾക്കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന കെട്ടിടമാണ് നമ്മൾ ബാംഗ്ലൂർ ലാൽബാഗിൻ്റെ ഒരു ഫോട്ടോസോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യം കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് എന്തോ കുറേ കാര്യങ്ങൾ പണിയൊക്കെ നടന്നുകൊണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞ ദിവസത്തെ മറ്റേ ഫ്ലവർ ഷോയുടെ ഇതുകൊണ്ട് അതിൻ്റെ അത് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടൊന്നുമില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അടച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് അപ്പോൾ ആ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അതിന് നല്ല അടിപൊളിയായിട്ടാണ് അത് ഇവിടെ ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറേ ചേച്ചിമാർ അവിടെ നിന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ഇവിടെ, അതുകൊണ്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പണ്ട് ഞാനൊരു തവണ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ മയിലിരിക്കുന്നില്ലേ, ഈ മയിലിന് ഇത്ര ഇതൊന്നും ആയിട്ടില്ലായിരുന്നു, ചെറിയ ഇതായിട്ട് പണിത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ചട്ടി കാര്യങ്ങളുണ്ടായിരുന്നോ ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. മയിലിൻ്റെ കാര്യം ഞാൻ എന്താണെങ്കിലും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഏതാണെങ്കിൽ നല്ല എല്ലാത്തിനും നല്ല പൂവൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അങ്ങോട്ട് ഉള്ളിലോട്ട് കുറേ കയറിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണാം പൂവൊക്കെ വെച്ച് നിറയെ അലങ്കരിച്ചിട്ടുണ്ട്. എന്തോ ഒരു ഇതൊക്കെ അതിൻ്റെ അകത്തുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. നമുക്ക് ഏതായാലും ഇതിലേക്കൂടെ ഇനി ചുറ്റിക്കറങ്ങി അപ്പുറത്തോട്ട് പോവാം.